നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ സുനിലിന്റെ അച്ഛനും അമ്മയും സുനിൽ വന്ന വിവരം അറിഞ്ഞിരിക്കില്ല എന്നാണോ? അറിയാൻ വഴിയില്ല ഭാവന. ആളിവിടേക്ക് വളരെ പ്ലാൻ ചെയ്താ വന്നിരിക്കുന്നത്. ഈശ്വരാ, സൂര്യൻ കൂടി ഇവിടെ വേണ്ടതായിരുന്നു. എന്നാലും ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഭാവന, എങ്കിൽ സൂര്യൻ ഇങ്ങോട്ട് വരാൻ പറ ഭാവന. എങ്ങനെയെങ്കിലും സുനിൽ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറയൂ. ഞാൻ വിളിച്ചാലൊന്നും സൂര്യ വരില്ല മനസ്സാ. ഇവിടെ അച്ഛനും മോനും സൗന്ദര്യ പിണക്കത്തില്ല, അത് നിനക്കറിയാലോ. അതാദ്യം തീരട്ടെ. ആദ്യം അറിയേണ്ടത് സുനിൽ ഇത്രയും നാളും എന്തിനാ മാറി നിന്നെന്നാ. അവൻ മാറി നിന്നതിന്റെ പേരിലാണല്ലോ നിന്നെ അവന്റെ അച്ഛനും അമ്മയും ശല്യപ്പെടുത്തിയത്. നിന്നെ അവർക്ക് കിട്ടാൻ വേണ്ടി എന്നെ പിടിച്ചോണ്ട് പോയത്. ഈ നടന്നതിനെല്ലാം സുനിലിനെയും അവന്റെ അച്ഛനെയും അമ്മയും കൊണ്ട് സമാധാനം പറയിപ്പിക്കണം. ഭാവന, ഭാവന ഇങ്ങനെ വിശ്വസിക്കേ. സുനിൽ ഇവിടെ വന്നിരിക്കുന്ന എന്തായാലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അവനെ ഞാൻ അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. ആ എസ് ഐ സാറിനെ അല്ലെങ്കിൽ അവന്റെ അച്ഛനെ അമ്മയും വിളിച്ച് ഇപ്പൊ തന്നെ വിവരം പറയണം. ആ, എങ്കിൽ അവന്റെ അച്ഛനും അമ്മയും വിളിച്ച് പറയുന്നത് നല്ലത്. അവര് വന്ന് കൊണ്ടുപോയിക്കോളും. അതാ നല്ലത്. അവനെ കാണാനില്ല എന്നുള്ള പരാതി കൊടുത്തത് സ്വന്തം മാതാപിതാക്കളല്ലേ. അപ്പൊ അവര് തന്നെ പോലീസിനോട് സുനിൽ വന്ന കാര്യം പറഞ്ഞോളൂ. ഞാൻ തന്നെ വിളിച്ചു പറയാം. സുനിലിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നറിയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താ ഭാവന, അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ആദ്യം അറിയിക്കുന്ന ഭാവനയല്ലേ. ഇനി അതിന്റെ ആവശ്യമില്ല. സുനിൽ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. വണ്ടി നിർത്തിയേ. സത്യമാണോ ഭാവന? ഞങ്ങളുടെ മോനെ ഭാവന കണ്ടോ? അതെ മോഹിനി, നമ്മുടെ മോനെ കണ്ടുന്നു. നിങ്ങൾ രണ്ടാളും എത്രയും വേഗം സൂര്യയുടെ വീട്ടിലേക്ക് വരണം. ബാക്കിയൊക്കെ വന്നിട്ട് സംസാരിക്കാം. ശരി ഭാവന, ഞങ്ങൾ ഇതാ വരുന്നു. ഓക്കെ. മോഹിനി, നമ്മുടെ മോനെ ഭാവന കണ്ടുന്നു. നമ്മളോട് വേഗം സൂര്യയുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്നാ വേഗം പോവാ മഹിയേട്ട, എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. വണ്ടി എടുക്ക, സൂര്യയുടെ വീട്ടിലേക്ക് വിടും. എന്തായാലും സുനിലിനെ തേടിയുള്ള അച്ഛനമ്മമാരുടെ യാത്ര ഇന്ന് തീരും. സുനിലിനെ അവര് കൊണ്ടുപോയിക്കോളൂ. എന്തായാലും നീയും വലിയൊരു പേരുദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ സുനിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത് വരെ നിന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ സൂര്യയോടും കൂടെ വിളിച്ച് ഈ വിവരം പറയട്ടെ. ഞാനിപ്പോ പോയാ ഇതുവരെ ഞാനും അച്ഛനും കൂടി പ്ലാൻ ചെയ്ത് വെച്ച എല്ലാം പൊളിയും ചെയ്തോട്ടാ. അതുകൊണ്ടാ ഭാവനയോട് പോവാൻ അച്ഛൻ പറഞ്ഞത്. സൂര്യയുടെ അവിടെ ഇല്ലാത്തപ്പോ ഭാവന പോയതല്ല എനിക്ക് ടെൻഷൻ. പേടിക്കേണ്ട ചെയ്തോട്ടാ, അച്ഛനെല്ലാം അറിയാലോ. ഇവിടെ ഭാവന ഉണ്ടെങ്കിലേ മാനസയോടെല്ലാം സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ടാ ഭാവന അച്ഛൻ വിളിച്ചത്. ഞാൻ പോകണ്ടെന്ന് പറയുന്നതൊക്കെ അറിയാം. അതുകൊണ്ട് എവിടെയാ പോകുന്നെന്ന് പറയാതെ പോയത്. ആന്റി വെറുതെ ടെൻഷൻ ആവണ്ട. ആ അജയനും ഭാര്യയ്ക്കും നല്ലതുപോലെ എന്നെ ഇപ്പൊ അറിയാം. ഇനി ഒരു പ്രശ്നം ഉണ്ടായാ പിന്നെ അവർ ജീവനോടെ കാണില്ലെന്നും അറിയാം. ഞങ്ങൾക്ക് ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണം ആന്റി. അതിനുവേണ്ടിയാ ഈ നാടകം അച്ഛൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വീട്ടിൽ നിന്ന് അവരെ ഓടിച്ചാൽ മാത്രമേ സൂര്യ നിങ്ങൾ ഈ പറയുന്ന സന്തോഷം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതേ ചെയ്തോട്ടാ, അത് തന്നെയാ ഞങ്ങളുടെ ലക്ഷ്യവും. ആദ്യ സുനിൽ ശർമ്മയുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയട്ടെ. അതെന്നെ അറിയാനൊന്നുമില്ല സൂര്യ. മാനസ് ശരിക്കും നിങ്ങളെ ചതിച്ചതാ.
അങ്ങനെ ഉറപ്പിച്ച് പറയണമെങ്കിൽ ഇനിയും നമ്മൾ കാത്തിരിക്കണം അയച്ചി. മോനെ, മക്കൾ എന്തായാലും അച്ഛനെ ഒന്ന് വിളിച്ചേച്ച് വീട്ടിലോടൊന്ന് ചെല്ലാൻ നോക്ക്. എന്തോ ഭാവന മാത്രം അങ്ങോട്ട് പോയത് ശരിയല്ല എന്ന് തോന്നല. ആന്റി, ഭാവന ഇപ്പൊ പഴയ ഭാവനയല്ല. ശരിക്കും ജീവിതത്തെ ഒരു വെല്ലുവിളിയായിട്ടാണ് അവളിപ്പോ കാണുന്നത്. മോനി പറയുന്ന ധൈര്യമൊന്നും എനിക്കില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ പുറത്തേക്ക് പോയിച്ച് തിരിച്ചു വരുന്നത് വരെ മനസ്സിനകത്തൊരുതരം വെപ്രാളവാ. മുമ്പൊക്കെ അവള് എവിടെ പോയിട്ട് വന്നാലും എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതെനിക്ക് അറിയില്ല ആന്റി. ആന്റി സമാധാനപ്പെട്. ഞാൻ ഭാവന ഒന്ന് വിളിക്കട്ടെ. അവള് വിളിക്കുന്നു. 100 ആയിസ. ഭാവന. സൂര്യ, സുനിൽ ശർമ്മ ഇവിടെയുണ്ട്. എന്താ അവന്റെ ഉദ്ദേശം? അവന് മാനസയെ വിട്ടുകിട്ടണം. മാനസയുടെ വയറ്റിലുള്ളത് അവന്റെ കുഞ്ഞാണെന്ന് അവൻ പറയുന്നത്. എന്താ മോനെ? നമ്മൾ കരുതുന്നതിലും സീരിയസ് ആണ് സൂര്യ കാര്യങ്ങൾ. സുനിലിനോട് താൻ സംസാരിച്ചോ? സംസാരിച്ചു. ആള് അല്പം ഫ്രോഡാണെന്ന് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും സൂര്യ. മാനസയോട് ഞാൻ സംസാരിച്ചു, പക്ഷെ അവളൊന്നും വിട്ടു പറയുന്നില്ല സൂര്യ. അപ്പോ ഇതിന് പിന്നിൽ എന്തോ ഉണ്ട് ഭാവന. അവൻ മാറി നിന്ന് എന്തിനാണെന്ന് പറഞ്ഞോ? അവൻ ദേശാടനത്തിലായിരുന്നു. കാഷായമാണ് വേഷം. എങ്കിലവൻ ഫ്രോഡ് തന്നെ ഭാവന. ഇവനെ പോലെയുള്ളവരെ പരിശുദ്ധ വേഷങ്ങളെ കളങ്കപ്പെടുത്തുന്നത്. എന്തായാലും ഇനി അവനെങ്ങനെ വിടരുത് സൂര്യ. ഞാൻ എന്തായാലും അവന്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ വരും. അച്ഛന്? ആ, ഇവിടെ ഉണ്ട്. സുനിലിന്റെ അച്ഛനും അമ്മയും വന്ന ശേഷം എന്താ നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഞാനും കൂടി വേണ്ടതായിരുന്നു ഭാവന. അതെ സൂര്യ, പക്ഷെ പറ്റില്ലല്ലോ. എങ്കിലെല്ലാം പൊളിയും. ശരി, എത്രയും പെട്ടെന്ന് താൻ വരാൻ നോക്ക്. ശരി സൂര്യ. എന്താ മോനെ അവളെന്താ പറഞ്ഞത്? സുനിലിന്റെ അച്ഛനമ്മമാര് വന്നോണ്ടിരിക്കുകയാണെന്ന്. അവരോട് വന്നിട്ട് തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. മാനസയും അവനും തമ്മിലുള്ള ബന്ധം അത്ര നിസ്സാരമല്ല സൂര്യ. അതുകൊണ്ടാ അവൻ ഇത്ര ധൈര്യത്തോടെ കേറി വന്നത്. അതെ, ഇതിപ്പോ കേട്ടെടുത്തോളം ആ ചെറുക്കൻ രണ്ടും കൽപ്പിച്ചോണ്ടാന്ന് തോന്നുന്നേ. ആരൊക്കെ ഇനി എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും സത്യം മാത്രമേ ജയിക്കൂ ആന്റി. അല്പസമയം എടുത്താലും സത്യം തന്നെ ജയിക്കും. എന്താ അവന്റെ അടുത്ത പ്ലാൻ നോക്കിയിട്ട് വേണം എനിക്ക് എന്റേതായ വഴി നോക്കാൻ. അവൻ പോകുന്നതിന് മുമ്പ് അവന്റെ 2 പൊട്ടിക്കണം സൂര്യ. വരട്ടെ സേതുട്ടാ. ആദ്യം അവന്റെ വരവിന്റെ ഉദ്ദേശം എന്താ നോക്കട്ടെ.